ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാലിന്യയും നിരഞ്ജനയെയും കുറിച്ച് അപവാദം പറഞ്ഞ ശരത്തിനെ കണക്കിന് കൊടുക്കുകയാണ് ദേവിക. അങ്ങനെ ദേവികയുടെ മുന്നിൽ ശരത്ത് ആ തെളിവ് കാണിച്ചതോടുകൂടി ദേവികയുടെ ഉത്തരം മുട്ടി പോവുകയാണ് കേട്ടോ. അങ്ങനെ ശരത്തിനാണെങ്കിലോ ദേവിക അടിച്ച ആ ദേഷ്യത്തോടു കൂടിയാണ് ശരത്ത് ഇരിക്കുന്നത്. അങ്ങനെ ദേവികയുടെ അടുത്തേക്ക് പ്രിയ ചെന്ന് ആശ്വാസവാക്കുകൾ പറയുകയാണ്. ശരത്ത് പറയുന്നതൊന്നും ചേച്ചി വിശ്വസിക്കേണ്ട, ശരത്തിനെ വിശ്വസിക്കാൻ കൊള്ളാത്തവനല്ലേ. അത് കേട്ടപ്പോൾ ദേവിക പറയാണ്, അങ്ങനെയല്ല പ്രിയ, ശരത്ത് പറഞ്ഞതിലും കാര്യമുണ്ട്. കാരണം ചേച്ചി കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരാളുമായിട്ട് പ്രേമത്തിലായിരുന്നു. അത് നിരഞ്ജൻ ഡോക്ടർ ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചേച്ചി ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്. അന്ന് ചേച്ചി പഠിച്ചിരുന്ന കോളേജിൽ ഉണ്ടായിരുന്ന ആളാണെന്നുള്ളത് ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അന്ന് ചേച്ചിയെ കളഞ്ഞ് അയാൾ പോയത് ചേച്ചിയേക്കാളും നല്ല ബന്ധം കിട്ടിയത് കൊണ്ടാണ് അയാൾ കളഞ്ഞിട്ട് പോയത് എന്നാണ് അന്ന് പറഞ്ഞത്. പ്രിയ പറയണ്, അന്ന് കോളേജിൽ അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഇപ്പോഴും അത് തുടരണം എന്നില്ലല്ലോ. അതിപ്പോൾ ശരത്ത് പറഞ്ഞത് എങ്ങനെയാണ് വിശ്വസിക്കാൻ കൊള്ളുക? അപ്പോൾ ദേവിക പറയണ, അങ്ങനെയല്ല, ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചേച്ചി പറഞ്ഞ ആ വാക്കുകൾ, അതാണ് എനിക്കിപ്പോൾ സംശയമുള്ളത്. അന്ന് നഷ്ടപ്പെട്ടു പോയ ബന്ധമെല്ലാം കൂട്ടി യോജിക്കാനാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. അങ്ങനെയാണ് ചേച്ചി എന്നോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ശരത്ത് പറഞ്ഞതിലും കാര്യമുണ്ടാവണമെന്നുണ്ട്. പിന്നെ ശരത്തിനിപ്പോൾ ആ ഫോട്ടോ എവിടെ നിന്ന് കിട്ടി? അപ്പോൾ ഇവരുടെ പിറകിലൊക്കെ ആളുണ്ട് എന്നല്ലേ അതിനർത്ഥം. അപ്പോൾ പ്രിയ പറയണേ, ചേച്ചി വെറുതെ കാട് കയറി ചിന്തിക്കേണ്ട. അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധവും ഉണ്ടാവില്ല. അവർ ജസ്റ്റ് ഡോക്ടർമാരല്ലേ. ആ ഒരു ബന്ധവും അടുപ്പവുമായിരിക്കും. അല്ലാതെ ചേച്ചി ഇപ്പോൾ ശരത്ത് പറയുന്നതൊന്നും പൂർണ്ണമായി വിശ്വസിക്കേണ്ട. അങ്ങനെയായാൽ നല്ലത്. അല്ല എന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ അവസ്ഥകളൊന്നും ചേച്ചിക്ക് അറിയില്ലല്ലോ. അങ്ങനെ വല്ലതും ചേച്ചിയുടെ മനസ്സിലുണ്ടെങ്കിൽ ചേച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കി അതിൽ നിന്നും പിന്മാറിക്കണം. അതാണ് ഇനി ചെയ്യേണ്ടത്. അങ്ങനെ ദേവിക ഇതിൻ്റെ സത്യാവസ്ഥ എങ്ങനെയെങ്കിലും അറിയണം എന്ന് ചിന്തിക്കുകയാണ്. പിന്നീട് സിദ്ധുവിൻ്റെ അടുത്തേക്ക് പ്രേമ ചെല്ലുകയാണ്. അപ്പോൾ ഒപ്പം തന്നെ ചന്ദ്രയും ദേഷ്യപ്പെട്ട് ചെല്ലുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് എൻ്റെ മുറിയിൽ കയറി പരിശോധിക്കാൻ നിന്നത്? അത് നിൻ്റെ മുറിയിൽ ഒരു പാറ്റ് കണ്ടു, അതിനെ പുറത്താക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടേക്ക് കയറിയത്. ഒരു പാറ്റ് കയറിയതിനാണോ നിങ്ങൾ എൻ്റെ റൂം ഇത്രയും വൃത്തികേടാക്കി ഇട്ടിരിക്കുന്നത്? അത് പിന്നെ പാറ്റയെ പുറത്താക്കേണ്ടേ? അതാണ് ഞാൻ അവിടെയൊക്കെ പരത്തിയിട്ടത്. എൻ്റെ റൂമിൽ പാറ്റ് കയറിയാലും നിങ്ങൾക്ക് എന്താ കുഴപ്പം? അവിടെ പാറ്റ് കയറിക്കോട്ടെ, നിങ്ങൾക്കത് നോക്കേണ്ട ആവശ്യം എന്താണ്? അത് കേട്ടപ്പോൾ സിദ്ധു പറയണ്, അങ്ങനെ നിൻ്റെ റൂം എന്നൊരു റൂം ഇവിടെ ഇല്ല. ഇവിടെ എല്ലാം ഞങ്ങൾക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്, പ്രത്യേകിച്ച് പ്രേമേച്ചിക്ക് അവകാശപ്പെട്ടതാണ്. അപ്പോഴത്തേക്കും രംഗനും അച്ഛനും കൂടി അവിടേക്ക് വരികയാണ്. പിന്നെ നീ ഇങ്ങനെ അധികാരത്തോടു കൂടി സംസാരിക്കൊന്നും വേണ്ട. പ്രേമേച്ചിക്ക് ഇഷ്ടമുള്ളത് ഈ വീട്ടിൽ ചെയ്യും. അതിനെ ചോദ്യം ചെയ്യാനൊന്നും നിനക്ക് ഒരു അവകാശവുമില്ല. അപ്പോൾ ചന്ദ്ര പറയണേ, എൻ്റെ റൂമിൽ കയറി എൻ്റെ സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ടല്ലേ ഞാനത് ചോദ്യം ചെയ്യാതെ മിണ്ടാതിരിക്കണമെന്നാണോ സിദ്ധേട്ടൻ പറഞ്ഞു വരുന്നത്? അത് ശരി. അല്ല, നിന്റെ പറച്ചിൽ കേട്ടാൽ തോന്നുമല്ലോ നീ വരുമ്പോൾ ഒരുപാട് സാധനങ്ങളുമായിട്ടാണ് വരുന്നത് എന്ന്. നീ വരുന്ന സമയത്ത് ഒരു ചെറിയ ബാഗ് മാത്രമല്ലേ നിന്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം എൻ്റെ കാശ് കൊണ്ട് വാങ്ങിയതല്ലേ. പിന്നെ എങ്ങനെയാടി അത് നിൻ്റേതാകുന്നത്? അത് കേട്ടപ്പോൾ ചന്ദ്രയുടെ ഉത്തരം മുട്ടി പോവാട്ടോ. അപ്പോൾ ചന്ദ്ര പറയണേ, നിങ്ങൾ എല്ലാവരും കൂടിയാണ് പ്രേമേച്ചിക്ക് ഇങ്ങനെയൊക്കെ വളം ചെയ്തു കൊടുക്കുന്നത്. രംഗം പറയണേ, ചന്ദ്രേ ക്ഷമിച്ചേക്ക്, പ്രേമയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ടല്ലേ. പ്രേമയ്ക്ക് വേണ്ടി ചന്ദ്രയോട് ഞാൻ മാപ്പ് ചോദിക്കാം. അത് കേട്ടപ്പോൾ പ്രേമയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ പ്രേമ പറയണേ, എനിക്ക് വേണ്ടി ആരോടും ആരും മാപ്പ് ചോദിക്കേണ്ട. ഇനിയും ആ റൂമിൽ പാറ്റ് കയറിയാലേ ഞാൻ അവിടെ കയറും. ആ പാറ്റയെ എനിക്ക് കൊല്ലണം, പുറകിൽ നടിക്കണം, എന്നാലാണ് എനിക്ക് സമാധാനമാവൂ. അപ്പോൾ അച്ഛൻ പറയണ്, നമുക്കെല്ലാം ചെയ്യാം, നമുക്ക് കൊല്ലുകയും ചെയ്യാം. ഇപ്പോൾ തൽക്കാലം നീ പെട്ടെന്ന് പോയി ഉറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞ് അച്ഛൻ പ്രേമയും വിളിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. എന്നിട്ട് ചന്ദ്ര പറയുകയാണ്, അയാൾ തന്നെ ഇതിനൊക്കെ വളം വെച്ച് കൊടുത്തോ? പ്രേമേച്ചിയെ എത്രയും പെട്ടെന്ന് നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ നിങ്ങളത് കേൾക്കില്ല. ഇങ്ങനെയാകുമ്പോൾ പ്രേമേച്ചിയുടെ അസുഖം കൂടുതലാവുകയാണ് ചെയ്യുക. അല്ല, പ്രേമേച്ചിയെ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് തിടുക്കപ്പെട്ടവരൊക്കെ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ടിപ്പോൾ അവരുടെ ഒരു പൊടി പോലും കാണാനില്ലല്ലോ. ഒരു കാര്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, പിരികേറ്റാനും ഉത്സാഹിപ്പിക്കാനൊക്കെ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ ആവശ്യത്തിന് സഹായിക്കാനാണ് ആരും ഇല്ലാതിരിക്കുക. അത് കേട്ടപ്പോൾ രംഗം പറയണേ, നീ വാ ചന്ദ്രേ, നമുക്ക് നിൻ്റെ റൂം പോയി ക്ലീൻ ചെയ്യാം. പ്രേമ വലിച്ചു വാരിയിട്ടതെല്ലാം ഞാൻ ശരിയാക്കി തരാം. അപ്പോൾ ചന്ദ്ര പറയണേ, നിങ്ങളുടെ ഒരാവശ്യവുമില്ല, എനിക്ക് തന്നെ ആ റൂമിൽ പോയി ക്ലീൻ ആക്കാൻ അറിയാം. അത്രയൊക്കെ സഹായം നിങ്ങൾ ചെയ്തു തന്നല്ലോ, അത് തന്നെ വലിയ ഉപകാരം എന്ന് പറഞ്ഞ് കളിയാക്കിയ മട്ടിൽ സംസാരിച്ചിട്ടാണ് ചന്ദ്ര അകത്ത് പോകുന്നത്. അപ്പോൾ ചന്ദ്ര രംഗനെ എന്നും ആ റൂമിലേക്ക് കയറ്റാത്തത് ചന്ദ്രയുടെ വിഷ്ണുവിൻ്റെയും മാരേജ് സർട്ടിഫിക്കറ്റ് ആ റൂമിൽ നിന്ന് കണ്ടുപിടിക്കുമോ എന്നുള്ള പേടിയിലാണ് കേട്ടോ. അപ്പോൾ പ്രേമയും ആ റൂമിൽ കയറി നോക്കുന്നത് ചന്ദ്രയുടെയും വിഷ്ണുവിൻ്റെയും മാരേജ് സർട്ടിഫിക്കറ്റ് ആയിരിക്കും. ഇങ്ങനെ സിദ്ധുവും രംഗനും ചന്ദ്ര പറയുന്നതിലും കാര്യമുണ്ട് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. പിന്നീട് ശരത്ത് തങ്കച്ചിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഞാനൊരു ബോംബുമായിട്ടാണ് തങ്കച്ചി വന്നിട്ടുള്ളത്. എന്താണാവോ? ആ ദേവികയും മാലിന്യയും തമ്മിൽ അടുപ്പമുണ്ട്. അത് വെറും അടുപ്പമല്ല, അവർ ചേച്ചിയും അനിയത്തിയുമാണ്. ചേച്ചിയും അനിയത്തിയോ? അതെ, ദേവികയുടെ അമ്മയുടെ ചേച്ചി
ചേച്ചിയുടെ മകളാണ് മാലിനി. അപ്പോൾ മാലിനിയും നിരഞ്ജനും അടുപ്പമുള്ളത് ഞാൻ ദേവികയോട് പറഞ്ഞു. ആ സമയത്ത് അവിടെ ഒരു പൊട്ടിത്തെറി തന്നെയാണ് സംഭവിച്ചത്. അമ്മച്ചിക്ക് അത് കേട്ടപ്പോൾ നല്ല സന്തോഷമാവാൻ കേട്ടോ. എന്നിട്ട് ശരത്ത് പാർവതിയെക്കുറിച്ച് ചോദിക്കുകയാണ്, അല്ല അമ്മയുടെ വിവരം എന്താണ്? അവരിപ്പോഴും പറയുന്നുണ്ട് എൻ്റെ മോൻ വരും, എന്നെ രക്ഷിച്ചുകൊണ്ട് പോകുമെന്നൊക്കെ. അവർക്കറിയില്ലല്ലോ അമ്മയുടെ മോൻ തന്നെയാണ് അവർക്കെതിരെയുള്ള ഉദകക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. ദേവികയും മാലിനിയും തമ്മിലുള്ള അടുപ്പം അറിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു ഭൂകമ്പം തന്നെയാണല്ലോ ജയശങ്കറിൻ്റെ വീട്ടിൽ ഉണ്ടാവാൻ പോകുന്നത്. അല്ലെങ്കിലേ ദേവികയും ജയശങ്കറും തമ്മിൽ ഒരു സ്വരച്ചേർച്ചയിലാണ്. അപ്പോൾ ഇതുകൂടി അറിഞ്ഞാൽ ഉറപ്പായും ജയശങ്കറിൻ്റെ വീട്ടിൽ ഒരു പൊട്ടിത്തെറി തന്നെ സംഭവിക്കും. ഏതായാലും നീ ഒന്ന് കൊളുത്തി നോക്ക്. എന്താ ഉദ്ദേശിച്ചത് തങ്കച്ചി? നീ ഏതായാലും ഇക്കാര്യങ്ങളെല്ലാം അക്ഷരയെ അറിയിക്കണം. അതോടുകൂടി അക്ഷരയും ദേവികയും ജയശങ്കറും ഒക്കെ ഒരു പൊട്ടിത്തെറി തന്നെ സംഭവിക്കും. അങ്ങനെ ശരത്തിനോട് അക്ഷരയെ ഇക്കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടി പറയുകയാണ് തങ്കച്ചി. പിന്നീട് ദേവികയുടെ മനസമാധാനം ഇല്ലാതാവുകയാണ്. ശരത്ത് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ദേവികയുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേവിക മാലിനിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ചേച്ചി തിരക്കിലാണോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, നീ എന്താണെങ്കിലും പറഞ്ഞോ, എങ്കിൽ ചേച്ചിയുടെ അടുത്തേക്ക് ഞാൻ വരട്ടെ, എനിക്ക് ചേച്ചിയെ നേരിട്ട് കണ്ട് സംസാരിക്കണം. അയ്യോ, ഞാൻ 2 ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവില്ല, സ്പെഷ്യൽ കാര്യവുമായി ഞാൻ പുറത്തു പോവുകയാണ്. അപ്പോൾ ദേവിക പറയണേ, എങ്കിൽ ചേച്ചി വന്നിട്ട് ഞാൻ നേരിട്ട് ചേച്ചിയോട് സംസാരിച്ചോളാം, ഇത് ഫോണിലൂടെ സംസാരിക്കാൻ പറ്റിയ വിഷയമല്ല എന്ന് പറഞ്ഞ് ദേവിക ഫോൺ വെക്കാൻ കേട്ടോ. പിന്നീട് നിരഞ്ജൻ്റെ അമ്മ അക്ഷരയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് അക്ഷരയോട് പറയാണ്, നിരഞ്ജന് ഫോൺ കൊടുക്കുക എന്ന് പറയുമ്പോൾ, അതിന് അദ്ദേഹം ഇതുവരെയും എത്തിയിട്ടില്ലേ, അവനിപ്പോൾ എവിടെ പോയി? അറിയില്ല അമ്മേ, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അതെന്താ നിന്നോട് പറയാത്തത്? നിനക്ക് ചോദിക്കാമായിരുന്നില്ലേ? ഞാൻ ചോദിച്ചാലും പറയില്ല, കാരണം അമ്മയ്ക്ക് അറിയാലോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്നോടങ്ങനെ സംസാരിക്കാറോ മിണ്ടാറോ ഒന്നും തന്നെയില്ല. എന്നാലും നീ ചോദിക്കണം, നീ ചോദിച്ചാൽ അവൻ മറുപടി പറയേണ്ട ഉത്തരവാദിത്വവുമുണ്ട്. നീ ഭാര്യയാണ്, അതുകൊണ്ട് നിനക്ക് ചോദിക്കാനുള്ള അവകാശവുമുണ്ട്. ഇല്ല അമ്മേ, ഞാൻ ഒരാളുടെ കാര്യത്തിലും അങ്ങനെ അനാവശ്യമായിട്ട് ഇടപെടില്ല. എന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണല്ലോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അദ്ദേഹം എന്നിൽ നിന്നും അകന്നു നിൽക്കുന്നതും എന്നോട് സംസാരിക്കാൻ താല്പര്യപ്പെടാത്തതും. പിന്നെ ഞാൻ എന്തെങ്കിലും ചോദിച്ച് അപ്പം വഴക്കിടും. ഞാനും അദ്ദേഹവും വഴക്കിടുന്നത് ഇവിടെ ഡാഡിക്ക് തീരെ ഇഷ്ടമില്ല. ഡാഡിയെ ഓർത്തുകൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാം ക്ഷമിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആരെയും ഭരിക്കാൻ പോകുന്നില്ല. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഓരോരുത്തർ ജീവിച്ചോട്ടെ. കേട്ടപ്പോൾ നിരഞ്ജൻ്റെ അമ്മ പറയണ, അതൊരിക്കലും ചെയ്യരുത്. അങ്ങനെ മോളെ നീ ചെയ്താൽ, നീ അങ്ങനെ വിട്ടുകൊടുത്താൽ അവൻ അതൊരു വളമാകും. അതുകൊണ്ട് മോള് നിയന്ത്രിക്കേണ്ടടുത്ത് മോൾ അവനെ നിയന്ത്രിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ കൈവിട്ടു പോവും. ഇല്ല അമ്മേ, എന്നെ കൊണ്ട് അതിന് കഴിയില്ല. എന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണല്ലോ എന്നിൽ നിന്നും അകലാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതുകൊണ്ട് കൂടുതലൊരു പ്രശ്നത്തിന് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഫോൺ വെക്കാൻ കേട്ടോ. അതോടുകൂടി നിരഞ്ജൻ്റെ അമ്മയ്ക്ക് നല്ല ടെൻഷൻ ആവണം. ഈ സമയം മാലിനിയും നിരഞ്ജനും കൂടി സംസാരിക്കുകയാണ്. മാലിനിയുടെ വീട്ടിലാണ് നിരഞ്ജൻ ഉള്ളത്. എന്നിട്ട് നിരഞ്ജൻ പറയുകയാണ്, അല്ല, മരുന്ന് ഇവിടെ നിന്നും ക്ലിനിക്കിലേക്കോ അല്ലെങ്കിൽ വീട്ടിലേക്കോ മാറ്റണം. അല്ല എന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ദിവസവും ഇവിടേക്ക് വരുന്നത്, അത് ശരി, അതെന്താ നിരഞ്ജൻ നീ അങ്ങനെ പറഞ്ഞത്? എന്താ എൻ്റെ വീട്ടിലേക്ക് വരുന്നത് കൊണ്ട് നിനക്ക് വല്ല ബുദ്ധിമുട്ടോ ഇഷ്ടക്കുറവോ ഉണ്ടോ? അതല്ല മാലു, നിനക്കൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനങ്ങനെ പറഞ്ഞത്. അപ്പോൾ മാലിനി പറയണേ, എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടുമില്ല. അതല്ല മാലു, നാട്ടുകാരൊക്കെ ഓരോന്ന് പറഞ്ഞാൽ നാട്ടുകാരവിടെ പറയുന്നവരൊക്കെ പറഞ്ഞോട്ടെ, എനിക്ക് അതിലൊന്നും ഒരു വിഷയമില്ല. കാരണം ഞാൻ മറുപടി കൊടുത്തോളാം. ജയശങ്കർ സാർ ചതിച്ചില്ലായിരുന്നെങ്കിൽ നിരഞ്ജൻ എൻ്റെ ഭർത്താവാവേണ്ട ആളാണ്. എൻ്റെ എല്ലാമായിരുന്നു ഒരു കാലത്ത്. അതുകൊണ്ട് എനിക്കങ്ങനെ നാട്ടുകാരെയൊന്നും ഒരു പേടിയുമില്ല. അത് പിന്നെ മാലു അത്രയ്ക്കൊക്കെ വേണം. എന്താ, ഒരു കുഴപ്പവുമില്ല. എന്താ നിരഞ്ജന് പേടിയാവുന്നുണ്ടോ? നിരഞ്ജൻ ഡോക്ടറുടെ ഈ പേടിയും കടപ്പാടും കൊണ്ടാണ് ജയശങ്കർ സാറ് മുതലാക്കിയത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ പേടിയൊക്കെ കളയണം. എന്തായാലും നിരഞ്ജൻ ഡോക്ടർ ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് മാലിനി വൈൻ എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ. എന്നിട്ട് നിരഞ്ജൻ ചോദിക്കുക, ഇതെന്താണ് മാലു എന്ന് ചോദിക്കുമ്പോൾ, ഇത് കുറച്ച് വൈനാണ്, ഞാൻ ഇടയ്ക്ക് കുടിക്കാറുണ്ട്. അയ്യോ എനിക്ക് വേണ്ട, അത് പറ്റില്ല, ഇന്ന് ഞാൻ തരുന്നതല്ലേ, കുറച്ച് കുടിക്കണം നിരഞ്ജൻ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് നിരഞ്ജനെ കൊണ്ട് കുടിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിരഞ്ജനാണെങ്കിൽ അതിൻ്റെ സ്മെല്ല് പോലും പറ്റുന്നില്ല. അങ്ങനെ നിരഞ്ജൻ മാലിനി നിർബന്ധിക്കുന്നത് കൊണ്ട് കുറച്ച് കുടിക്കുകയാണ്. ആ സമയത്താണ് നിരഞ്ജൻ്റെ ഫോണിലേക്ക് അക്ഷര വിളിക്കുന്നത്. അപ്പോൾ നിരഞ്ജൻ അക്ഷരയുടെ കോളാണെന്ന് പറയുമ്പോൾ മാലിനി പറയണേ, അത് കട്ടാക്കിയേക്ക്, നിരഞ്ജന് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ കട്ടാക്കിക്കോളാം. അല്ല അക്ഷര, എന്തെങ്കിലും അത്യാവശ്യത്തിന്? എന്ത് അത്യാവശ്യം? ഒരു അത്യാവശ്യവും ഉണ്ടാവില്ല. നിരഞ്ജൻ ഇവിടേക്ക് വരുമ്പോഴെങ്കിലും എൻ്റേത് മാത്രം ആവണം. അതുകൊണ്ട് ആ ഫോണ് കട്ടാക്കണം, ഞാൻ കട്ടാക്കിക്കോളാം. നിരഞ്ജൻ ഇങ്ങ് തന്നേക്ക് എന്ന് പറഞ്ഞ് ആ ഫോണ് വാങ്ങാൻ കേട്ടോ. എന്നിട്ട് മാലിനി ആ ഫോൺ അങ്ങ് കട്ടാക്കുകയാണ്. അതോടുകൂടി അക്ഷരയ്ക്ക് വല്ലാത്ത വിഷമം വരികയാണ് കേട്ടോ. എന്നിട്ട് മാലിനി അതിൽ ടൈപ്പ് ചെയ്യുകയാണ്. വാട്സപ്പിൽ നിന്നും ഡോണ്ട് ഡിസ്റ്റർബ് മീ എന്ന് ടൈപ്പ് ചെയ്തതോടുകൂടി അക്ഷരയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു മെസ്സേജ് മാത്രം നിരഞ്ജൻ കാണുന്നില്ല. അപ്പോൾ മാലിനി നിരഞ്ജനോട് പറയണേ, ഇനി അക്ഷരയുടെ കോള് വരില്ല, അതിനുള്ള വഴിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി വൈന് കുടിക്കാൻ കേട്ടോ. അപ്പോൾ അക്ഷരയെ ഓർത്ത് നിരഞ്ജൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നൊക്കെയുണ്ട്. ഈ സമയം അക്ഷരയാണെങ്കിൽ ആ ഒരു മെസ്സേജ് വന്നതോടുകൂടി സങ്കടം സഹിക്കാൻ കഴിയാതെ പൊട്ടിക്കരയുകയാണ്.